വീട് പൂട്ടി പോകണാണ്ട് ഞെട്ടണ്ട. ഞങ്ങളിന്ന് പുറത്തുനിന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അടുത്ത നല്ലൊരു മന്തിക്കട കണ്ടുപിടിച്ചതല്ല, ആദ്യമുള്ളതാണ്. നെഹദി മന്തി ഓൾമോസ്റ്റ് എല്ലാവർക്കും ബാംഗ്ലൂരിലുള്ളവർക്ക് അറിയേണ്ടതാണ്. അപ്പോൾ വൈഫ് ഡയറ്റ് തുടങ്ങിയ സ്ഥിതിക്ക് ഗ്രിൽഡ് ചിക്കനോ മന്തി ചിക്കനേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വഴിക്ക് ഇറങ്ങിയതാണ്. നെഹദീൻ്റെ മുമ്പിലെത്തിയപ്പം റീസണബിൾ തിരക്ക് ഉണ്ടായിരുന്നു. മലയാളീസ് പറഞ്ഞ പോലെ കുറേ പേരുണ്ട്. അങ്ങനെ അവസാനം ഒരു 2 സീറ്റർ കിട്ടി. ഞങ്ങൾ അവിടെ കയറിയിരുന്നു. വൈഫ് തട്ടത്ത് നോക്കിയിരിക്കുന്നുണ്ട്. ബാക്കിയോള് പറയും. അങ്ങനെ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കിട്ടാഞ്ഞിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മെനു ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഹരി. എന്താ ഓർഡർ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു മന്തി ഓർഡർ ചെയ്യുന്നതിന് പകരം ഒരു മന്തി വിത്ത് റൈസും പിന്നെ 2 മന്തി ചിക്കൻ മാത്രം പറഞ്ഞു. അതായത് 3 ഡിഫറെൻറ്റ് റെസിപ്പീസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ ഉള്ളത്. നെഹദിയിൽ വന്നിട്ടുണ്ടോ ഹരി? ഞാൻ വന്നിട്ടുണ്ട്, മുമ്പ് വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ വന്നിട്ടുണ്ടോ? ബാംഗ്ലൂർ, കോയമ്പത്തൂർ, കോഴിക്കോട്. ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് നെഹദിയിൽ. അപ്പം ഇവിടെ നമ്മളെന്തെങ്കിലും ട്രൈ ചെയ്യാത്തത് ട്രൈ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഒരു ചില്ലി, പിന്നെ എന്തായിരുന്നു, ഹണി ചില്ലി, ഒത്തന്റിക് ടർക്കിഷ്, പിന്നെ ഗ്രീൻ ചില്ലി. ഇത് 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നിന്റെ കൂടെ നമ്മൾ റൈസ് പറഞ്ഞു. അപ്പൊ അതും കൂട്ടി വന്നു. സാധാരണ വാങ്ങിച്ചു കഴിഞ്ഞാൽ റൈസ് എല്ലാം പെൻഡിങ് ആവാറാണ്. നമ്മള് ആവശ്യത്തിന് റൈസ് മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ വേണമെങ്കിൽ പിന്നെ മേടിക്കാന്ന് വിചാരിച്ചിട്ട് ആവശ്യത്തിന് മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ മെനു കാർഡ് മൊത്തം ഒന്ന് ഇരുന്ന് വായിച്ച് പഠിച്ചു. നമ്മൾ രണ്ടുപേരും ട്രൈ ചെയ്ത സാധനങ്ങൾ തന്നെ ഇപ്രാവശ്യം ഓർഡർ ചെയ്തേക്കുന്നത്. യൂഷ്വലി ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അൽഫഹാം ആണെന്ന് പറയാറ്. അൽഫാമും ടർക്കിഷ് ട്രൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ടർക്കിഷ് പറഞ്ഞു. അങ്ങനെ അതാണ് കഥ. അങ്ങനെ അവസാനം ഓർഡർ ചെയ്തതെല്ലാം വന്നു. 3 ആളും പ്ലേറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരറ്റത്തുനിന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ചു നോക്കി. റൈസും ഒക്കെ അവരുടെ ഒരു പേരുണ്ട്. പിന്നെ എനിക്ക് റൈസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തലയാട്ടലിൽ കാണാം. പിന്നെ കുറേ നാൾക്ക് ശേഷം മന്തി കഴിച്ചേ, അതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മയോണൈസൊക്കെ കൂട്ടി ചടപടയെന്ന് കഴിച്ചു. അങ്ങനെ ഓരോന്നിൻ്റെ മുകളിലും നമ്മൾ കൈ വെച്ച് തുടങ്ങി. ഹണി ചില്ലി നല്ലായിരുന്നു. ഹണി ചില്ലി ചിക്കൻ ചെറിയൊരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ. ടർക്കിഷ് അപ്പുറത്തിരുന്ന് നോക്കിക്കൊണ്ടൊക്കെയുണ്ട്. ആദ്യം തന്നെ ഞങ്ങള് മറ്റേ ഗ്രീൻ ചില്ലി ഫസ്റ്റ് ഫിനിഷ് ചെയ്തു. അതിനുശേഷമാണ് ഹണി ചിക്കനിൽ തുടങ്ങിയത്. പിന്നെ ടർക്കിഷ് അവസാനം. ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. എനിക്ക് ടർക്കിഷ് മസാല ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഹരിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഹരിക്ക് മറ്റേ ഹണി ചില്ലി ചിക്കനാണ് ഇഷ്ടം. ഹണി ചില്ലി അത്രയ്ക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല. പിന്നെ ഏതായിരുന്നു ഏറ്റവും ഇഷ്ടമായത്? അത് ഇഷ്ടമായത് ആലോചിച്ചിട്ടാണ് പിന്നെ വൈകുന്നേരം വാക്കിലിറങ്ങിയത്. ആ കഴിച്ച എനർജി അങ്ങോട്ട് തീരട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് വീട്ടിൻ്റെ അടുത്ത്, ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ്. അപ്പം ഞങ്ങൾ അതിൽ കൂടെ പോയി ഇയാൾക്ക് പിന്നെ ഊഞ്ഞാലാടാൻ തുടങ്ങി. ഊഞ്ഞാലോ